പരിപാടിയാണ്, ഷിയാക്കളെ പരിപാടിയാണ്. എന്നിട്ട് മൂപ്പര് പിന്നെ കാണിക്കുന്നുണ്ടറിയോ, ഷിയാക്കളുണ്ട് കുറെ കുത്തയും അതുപോലെ തന്നെ ഷൗട്ടൊക്കെ ചെയ്യുന്നു. ഷിയാക്കാനുണ്ട് മുഹറം 10 നെഞ്ഞത്തടിക്കുന്ന ഒരു പരിപാടി. ഈ പാരമ്പര്യം എത്തുന്നത് ജൂദായിസത്തിലേക്കാണ് കേട്ടോ, അതിന്റെ സന്തതികളായ ഷിയായിസത്തിലേക്ക് തന്നെ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഹറാമാവൂ. ഗുരുവായൂർ അമ്പലം ചുറ്റുന്നൊരു പരിപാടിയുണ്ട് ഹൈന്ദവ സുഹൃത്തുക്കൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ കഅബ ശരീഫിന്റെ അടുക്ക പോയിട്ട് അത് ചുറ്റുന്നത് ഹറാമാവോ ശിർക്കാവോ? മൗലവി പറ. ഇനി അടുത്ത വരയിൽ കൊണ്ടുപോവാ. എന്ത്? ആദ്യം മുസ്ലിമീങ്ങൾ കഅബ തവാഫ് ചെയ്യുന്ന ഒരു ചിത്രം കൊണ്ടുവരിക, സ്ക്രീനിൽ വെച്ച് കാണിക്കുക. രണ്ടാമത് ഗുരുവായൂർ ചുറ്റുന്ന ഒന്ന് കൊണ്ടുവരിക, എന്നിട്ട് അതും കാണിച്ചിട്ട് പറയാ ഇതിരാ ഹിന്ദുക്കളിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയാ. മൗലവി നീണ്ട തൊള്ളയോടുകൂടി നാദാപുരത്ത് വന്നിട്ട് നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചില്ലേ, സനതുണ്ടോ മുസ്ലിയാരേ? ഞാനിവിടെ ചില കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനും പോകുന്നുണ്ട്. ആ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാ മൗലവിമാരെ, അതല്ലെങ്കിൽ ഇതാ സലഫികളെ, മുജാഹിദുകളെ, നിങ്ങൾ ഈ ചോദിച്ച ഇന്ന കാര്യം ഇതാ റസൂലുള്ള പറഞ്ഞതാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ടതാണ്, നാഫി കേട്ടതാണ്, ഇമാം മാലിക് കേട്ടതാണ്, ശഫീ ഇമാം കേട്ടതാണ്. അതല്ലേ നിങ്ങളുടെ പരമ്പരയിലെ അങ്ങേ തലയിലെ 5 ആളുകൾ. അതൊന്നങ്ങോട്ട് ഈ പറയാൻ പോകുന്ന ഓരോന്നും നിങ്ങൾ തെളിയിക്കണേ. മൗലവിമാരെ, എന്തിനാണ് നിങ്ങൾ അതാ വയ്യാവേലിക്ക് പോകുന്നത്? സെനതടക്കമുള്ള ഹദീസ് പറഞ്ഞിട്ടില്ലേ? ബുഖാരിയിലെ ഹദീസ്, അതിന്റെ തെളിവോടുകൂടെ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ പറഞ്ഞിട്ടില്ലേ? നവവി ഇമാമിന്റെ മിൻഹാജിൽ വന്നത് വിശദീകരിച്ചിട്ടില്ലേ? എന്താ പറഞ്ഞത്? ലർഖസു, അതാ ആടുന്നത് തെറ്റല്ല, ഫലാ യഹ്റുമു, അത് ഹറാമല്ല, വലാ യുക്റഹു, അത് കറാഹത്തുമല്ല, ലിഅന്നഹു മുജറദു ഹറകാത്തിൻ ഇസ്തിഖാമത്തിൻ അവ ഇജാജിൽ, അല്പം ചെരിഞ്ഞോ മറിഞ്ഞോ ഉള്ള ചലനം മാത്രമാണത്. ആ ചലനം അതാ ഹറാമല്ല, കറാഹത്തുമല്ല. എന്താ തെളിവ്? വലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അഖറൽ ഹബസത അലൈഹി ഫീ മസ്ജിദിഹി യൗമ ഈദ്. റവാഹു ശൈഖാനി, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. പള്ളിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ഹബ്ശീനക്കാര് വന്നിട്ട് അവര് പള്ളിയിൽ വെച്ച് അവരതാ ആടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആടുന്നത് ഹറാമല്ല, കറാഹത്തല്ല. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസിന് സനദ് വേണോ മൗലവി? എന്നാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഉസ്താദ് മുതൽക്ക് അതാ അങ്ങോളം വായിച്ച റസൂലുള്ള വരെ വായിച്ച സനദില്ലേ, അത് തന്നെ ഒന്നങ്ങ് വായിച്ച് കേട്ട് പഠിച്ചോ മൗലവി. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ് കേട്ടോ. ഖുർആനും ഹദീസും ഒരു ചുക്കും പഠിക്കാതെ നിങ്ങളോട് ആരാണ് മതം പറയാൻ ഏൽപ്പിച്ചത്? ഏത് യഹൂദിയാണ് നിങ്ങളെ പറഞ്ഞേച്ചത്? അതിന്റെ മറുപടി സമുദായത്തോടൊന്ന് പറയണം. ഞങ്ങളെ സാദിലി റതീബിനെ വിമർശിച്ചാൽ പോരാ, ഞങ്ങൾ യഹൂദികളാണ്, ശിയാക്കളാണെന്ന് നാവ് കൊണ്ടങ്ങ് പറഞ്ഞാൽ പോരാ. ഈ സാദിൽ റാത്തീബ് സുബൈൻ ഉസ്താദ് കണ്ടില്ലേ? കുതുബിത്തങ്ങൾ കണ്ടില്ലേ? ഓ, അവരൊന്നും കാണാത്ത ഇൽമും കൊണ്ട് ഷാർജയിൽ നിന്ന് വന്നതല്ലേ, മൂപ്പര് പ്ലെയിനിൽ വരുന്നതല്ലേ. മൗലവിനെ കൊണ്ടെന്നൊന്ന് ദിക്ർ ശരീരം കൊണ്ടുണ്ട് എന്നൊന്ന് പറയിച്ചാ പിന്നെ ഇനിയിപ്പോ ഇതിന്റെ ലൈഫ് ഒന്നും നോക്കണ്ടല്ലോ. അത് പറയിച്ചാട്ടവനെ ദിക്ർ ശരീരം കൊണ്ടുണ്ട്, അവയവങ്ങളെ കൊണ്ട് ദിക്റുണ്ട് എന്ന് പറയുന്നത് കേൾക്കട്ടെ. ദിക്ർ എന്ന് പറയുന്നത് നാവ് കൊണ്ടും മനസ്സുകൊണ്ടും അവയവങ്ങൾ കൊണ്ടുമൊക്കെയുണ്ട്. ദിക്ർ എന്ന് പറയുന്നത് നാവ് കൊണ്ടും മനസ്സുകൊണ്ടും അവയവങ്ങൾ കൊണ്ടുമൊക്കെയുണ്ട്. അവയവങ്ങളെ കൊണ്ടുള്ള ദിക്ർ എങ്ങനെ മൗലവി? ഏതവയവം കൊണ്ടാ ഉള്ളത്? അതൊക്കെ ഒന്ന് വിശദീകരിക്കണം, നന്നായൊന്ന് വിശദീകരിക്കണം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അതാ ഈ മൗലവി ചോദിക്കുന്നു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളകാൻ പറ്റുമോ? അത് സാമിരിന്റെ പരിപാടിയല്ലേ, യഹൂദിന്റെ പരിപാടിയല്ലേ? എന്നാ മൗലവി സനദ് വായിക്കണേ. മൗലവി ഉണ്ട് ഇവിടുന്നൊരു ദിക്ർ കാണിക്കുന്നു. മൗലവി പ്രസംഗിക്കാണ്. പ്രസംഗിക്കുന്ന സമയത്ത് കടുത്ത തെറ്റ്, കടുത്ത ഹറാമ്. നിങ്ങളെപ്പോലത്തെ പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾ വെറുതെ ഹറാമ് പറയൂല, വെറുതെ ഹലാല് പറയൂല, തെളിവുള്ളതേ പറയൂ. അതാ സുന്നി. കേട്ടോ എന്താ മൗലവി ചെയ്തതെന്നറിയോ? മൗലവി പ്രസംഗത്തിന്റെ ഇടയിൽ ഒരു ഉമ്മാമയായി.
ഉമ്മാമി പെണ്ണിന്റെ കോലം കെട്ടി, പെണ്ണിന്റെ കോലം കെട്ടിയിട്ട് നാദാവത്ത് തന്നെ. മൗലവിയുടെ അനക്കവും ആട്ടമൊക്കെ നിങ്ങളൊന്ന് കണ്ടോളി. വായിക്കൂ മൗലവി, സനദ് വായിക്കൂ. അള്ളാഹുവിന്റെ റസൂല് പ്രസംഗത്തിനിടയിൽ പെണ്ണുങ്ങളെ കോലം കെട്ടിയിട്ട് ഇങ്ങനെ ആടിയതായ ഹദീസിന്റെ സനദ് വായിക്കൂ മൗലവി. സഹാബത്തിലൂടെ അങ്ങനെ ഇങ്ങനെ കിട്ടിയ റിപ്പോർട്ടൊന്ന് വായിക്കൂ മൗലവി. വായിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ ചെയ്തത് കടുത്ത ഹറാമാണെന്ന് ഒന്ന് പ്രഖ്യാപിക്കൂ മൗലവി. ഇനി ഞാനത് ഹറാമാണെന്നതിന് തെളിവ് പറയട്ടെ. ബാബുൽ മുതസബ്ബിഹീന ബിന്നിസായി വൽ മുതസബ്ബിഹാതി ബിർരിജാൽ, സഹീഹുൽ ബുഖാരിയിലെ ബാബാണ്. ആ ബാബിലെ ഹദീസ് കേട്ടോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുതസബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ, പുരുഷന്മാരെ കൂട്ടത്തിൽ പെണ്ണുങ്ങളെ കോലം കെട്ടുന്നവര്, പെണ്ണുങ്ങളോട് തുല്യതയായി കാണിക്കുന്നവര്, അവരെ റസൂലുള്ള ലഅനത്ത് ചെയ്തിരിക്കുന്നു. മൗലവി സാദുൽ റാത്തീബിനെ എതിർത്ത നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ലഅനത്താണ് കേട്ടോ. ലഅനത്തും വാങ്ങിയിട്ട് പോയിക്കോ ഷാർജയിലേക്ക്. ബുഖാരിയിലുള്ള ലഅനത്താണ്, സനദൊന്നും ചോദിക്കണ്ട. അല്ലെങ്കിൽ ഇങ്ങനെ ആടുന്നതിന് കൊണ്ടുവാ, സനദ് കൊണ്ടുവാ, റിപ്പോർട്ട് കൊണ്ടുവാ മൗലവി. നിങ്ങളെപ്പോലെ തൊള്ളേ തോന്നിയത് പറയലല്ല ഞങ്ങള്, തെളിവുള്ളത് സുന്നത്ത് ജമാഅത്ത് പറയൂ. ഇനി നിങ്ങൾക്ക് വേറൊരു മൗലവിന്റെ കേൾക്കണോ? അതിനും കിട്ടണം നമുക്ക് സനദ്. എന്താണ്? പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മൗലവി കൂക്ക് വിളിക്കുന്നു. ഒരു കൂക്കല്ല 10 കൂക്ക്. അവിടുന്ന് മൗലവി വന്നിട്ട് റസൂലുള്ളാഹിന്റെ കുപ്പ വിളിക്കണോ എന്ന് പറയുന്ന മൗലവിയാ. മൗലവി എന്ന് തോന്നിവാസം പറഞ്ഞപ്പോ ചെറുപ്പക്കാർ കുട്ടികൾ അപ്പുറത്ത് കൂക്ക് കളിക്കാൻ തുടങ്ങിയ സ്വാഭാവികല്ലേ. തോന്നിവാസം പറഞ്ഞാൽ കൂക്ക് കളിക്കൂലേ? അപ്പൊ മൗലവി എന്താ ചെയ്തറിയോ? സ്റ്റേജ് വന്ന് മൂപ്പരം കെട്ട് കൂക്കി 10 കൂക്ക് ഒന്നായി. അതിന് തെളിവ് പറയണം നിങ്ങൾ. സെനദില്ലാണ്ട് നിങ്ങളൊന്നും ചെയ്യൂലാന്നല്ലേ? കണ്ടില്ലേ? അതാണ്, അത് തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൂക്ക് വിളിച്ചിട്ടുണ്ടോ മൗലവി പ്രസംഗിക്കുന്നതിനിടയിൽ? സഹാബത്ത് കൂക്ക് വിളിച്ചിട്ടുണ്ടോ? തെളിവ് കൊണ്ടുവാ മൗലവിമാരേ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മൗലവി അതാ എന്നെ പരിഹസിക്കുന്നു. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു വിഭാഗവും ഒരു കക്ഷിയും മറ്റൊരു കക്ഷിയെ പരിഹസിക്കരുതെന്നല്ലേ അള്ളാന്റെ ഖുർആൻ പറഞ്ഞത്? ഖുർആനെതിരായി സെലഫി എന്നെ പരിഹസിക്കുന്നു. എങ്ങനെ പരിഹാസം എന്നറിയോ? ഞാൻ സാധാരണ പ്രസംഗിക്കാൻ പോകും, ഇങ്ങനെ കൊത്തൊക്കെ തന്നെയാ പോവാ. നല്ല തണുപ്പുള്ള സമയത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ ശ്വാസം മുട്ടിന്റെ അസുഖം കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്നു, പിന്നെ സുഖപ്പെട്ടു പോയി. എന്നാലും തണുപ്പ് കൊള്ളാനൊന്നും പോവില്ല. തണുപ്പുണ്ടായാലൊക്കെ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ പൊടിപടലം കയറിയാൽ ബുദ്ധിമുട്ടാവും, അലർജി. ഞാനൊരു ദിവസം തണുപ്പുള്ളത് കൊണ്ട് ഒരു സാലെടുത്ത് തലയിലൂട്ട് എങ്ങനെ കെട്ടി, എന്നിട്ട് പ്രസംഗിക്കാൻ. അത് മൂപ്പര് കൊണ്ട് നാദാപുരത്തുനിന്ന് കാണിച്ച് എന്നെ പരിഹസിക്കുന്നതിന് ഏതാ ഹദീസ് തെളിവ് മൗലവി? ഒന്ന് വെച്ചോട്ടവനെ. അതെന്തറിയോ? ഞാൻ അന്ന് പ്രസംഗിച്ച അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള കാണിച്ചിട്ട് അയാൾ എന്നെ പരിഹസിക്കുന്ന നിങ്ങളിപ്പോ കണ്ട്. പരിഹാസമായി ഇപ്പൊ കാണിച്ചത്. മറ്റേ നേരത്തെ നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടതല്ലേ? അപ്പോ സഹോദരന്മാരെ, പരിഹാസം ഇതിന് ഏത് ഹദീസിലാണ് മൗലവി തെളിവ്? ഏത് ആയത്തിലാ മൗലവി തെളിവ്? അതിനെന്താ സനദ്? നിങ്ങളെ സാദിൽ റാത്തീബിന്റെ തെളിവ് ചോദിച്ച നിങ്ങളോട് ചോദിക്കാണ്. സാദിൽ റാത്തീബിന്റെ ആട്ടത്തിന് സനദും വായിച്ച് ബുഖാരിയും മുസ്ലിമും വായിച്ച് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ച് പിന്നെ ആ ചോദ്യം, നിങ്ങളെ ഈ പരിപാടിക്കൊക്കെ തെളിവെവിടെ മൗലവി? ഇനി നിങ്ങൾക്ക് കാണണോ? നമ്മളെ റാത്തീബല്ലേ, ഇവരെ റാത്തീബിന്റെ പോലെ എങ്ങനെ അറിയോ? നെറ്റിമേൽ കുറി തൊടുക, എന്നിട്ട് പരശുരാമനാകുക. പിന്നെയോ പിന്നെ ഈ മെഴുകുതിരിയും കത്തിച്ചിട്ട്, എന്താണ് അതിന്റെ പേര്?
താലപ്പൊലി നടത്തുക, പിന്നെ പുലിവേഷം കെട്ടുക, എന്നിട്ട് തുള്ളുക. നമ്മൾ ഷാദിലി റാത്തീബിൽ അല്ലാഹ് 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 തന്നെ ആടിപ്പോയ വലിയ വിഷയം. അതേ സമയത്ത് ഇവരത്